അയ്യോ പാവം, മരിച്ചവരും മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു സ്വൈര്യം കിടന്നിടത്ത് പോയിച്ച് കൊള്ളം. മീശുമ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ തമ്മിൽ കാണുമ്പം നീ അങ്ങ് പോരടിപ്പണങ്ങ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് നമുക്ക് അവിടെ പന്നരിച്ചും കൂടാം. ജാവ വളരെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മി ശത്രുവല്ല ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും എനിക്ക് തൃപ്തിയായ എന്റെ കുഞ്ചു കുട്ടിൽ എനിക്ക് ഈ വീട്ടിൽ നിന്നെ പോലൊരു മകനുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിന് ചാന്തമ്മയെടുത്ത് ഇത് കുറിച്ച് വരാല്ല കൊട്ടപ്പള്ളിയിട്ട് വെച്ച കല്ലക്കും വരണം ശ്രദ്ധിച്ചുകൂടാൻ. വിനാശകാല വിപരീത പതേ എന്തൊക്കെ പറഞ്ഞാൽ ശരി, ഈ നാടിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ കാരണവരും ഈ തണ്ടപ്പിടി കൂടി എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇറ്റ്സ് പോസിബിൾ, ഇമ്പോസിബിൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് ഗുരുദൈവം. എന്റെ പൊന്നും മാമച്ച, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാണ്. ഇത് ഇത് ഇവരോട് ഈ ചായ ഉണ്ടായിക്കൊണ്ട് വീട്ടിൽ കടിക്കുന്ന പട്ടിയുണ്ട്. എന്തൊക്കെ ഞാൻ മറക്കണം. ഈ എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി. എന്തോ നല്ലത് ഏൽപ്പിച്ച കാര്യം എന്താ ഇട പിച്ചക്കാര്യമല്ലേ ഏൽപ്പിച്ച കാര്യം. ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നാണല്ലോ പ്രണാമം. എന്റെ മകളാറ് മാനത്തൊന്ന് പൊട്ടി വീണതാ, അതോ കയ്യും കണ്ടും കാലം നാലെണ്ണം ഭേദമുണ്ടാ. ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനുമായി ഞാനങ്ങ് പാമ്പയ്ക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മോളി ശോഭി നിനക്ക് ഞാൻ ആനയെ വാങ്ങിച്ചു തരും, കുതിരയെ വാങ്ങി. എന്റെ മനസ്സിലായ ക്രിസ്പി ജസ്പില്ല ക്രിസ്പി ഇതൊക്കെ ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എങ്ങനെ എപ്പ എന്തൊരു അപ്പണ്ണ ചില ആളുകൾ പറയണ നിങ്ങൾക്ക് എന്തോ തടയത് വിറ്റാമിനിക്കിട്ട് ദുർഗവട്ടം ഭാവിച്ച് വെക്കാൻ ഞാനും തീർക്കാതിരിക്കും. അളിയ എന്തൊക്കെ പരിപാടിയായിരുന്നു എല്ലാം ടമാർ എനക്കും പരമ്പര കിട്ടാൻ இந்த வாள் கொண்டு உன் கழுத்தை அறுத்து അല്ലുമിഷബരര ഈ തൊകിൽ മുന്നുണ്ടല്ല ആയോണ്ട് നിന്നെ വിടുവിക്കാനും മോഹനവല്ലി അമ്മേ അർജുനന്റെ ഫ്ലക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ കൂടെ കൊടുക്കാമേ. നല്ലതല്ലേ അമ്മേ? കോപത്തെ മനസ്സുകൊള്ളതാ കട്ടപ്പെടവേ ധരിക്കാതെ എന്താ എന്റെ മകൾക്ക് വാശി പാടില്ലെന്ന അവളൊരില്ലാത്തവന്റെ മകളാണെന്ന് കരുതി ഒരു പെൺകുട്ടിയുടെ ശാപം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് തീർക്കാതെ കുട്ടികൾക്ക് കളിപ്പെട്ടമല്ലത്. സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ചോറ് വരും. അമ്മേ പുത്തൂരും വീട്ടിൽ ജനിച്ചവരെല്ലാവരും നല്ല തങ്കത്തിന്റെ നിറാണല്ലോ അമ്മേ. അല്ലിത് എന്താണിത്? താമരശ്ശേരി അത് കലക്കി കിടുക്കി തിമിർത്തു. മാധവൻ IPS മരട പൊളിറ്റീഷ്യനെ മൂക്കൊണ്ടിട്ട് എന്ത് ഒരുമാതിരി പോക്കിരുത്തരം പറയരുത്. ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പൂവ്. ഇവിടെ മനുഷ്യരിയ്ക്കുന്നു, എല്ലാം മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങള്. ഇവിടെ നീ ഒട്ട കൊടുത്തത് ഇവിടത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തു പോയി പറഞ്ഞത് കൃഷ്ണ. ഞാൻ എന്തെന്നറിയില്ല. കൊച്ചി പഴയ കൊച്ചിയിലായിരിക്കാം, ബിലാല് പഴയ ബിലാല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയോ? ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചിലപ്പോൾ പൊളിക്കും, ചിലപ്പോൾ പണിയും. വൈകയായിരുന്നു എൻ്റെ ജീവിതത്തിലെല്ലാം ഒരു അച്ഛൻ്റെ രോധനം. ശരിയാ, പറമ്പിൽ അടക്കയുടെയും തേങ്ങയുടെയും കണക്കം നോക്കാൻ ഏട്ടൻ വന്നിട്ടില്ല. പക്ഷെ വീട്ടിൽ മൂന്നാൻ ഞാൻ മേനുമില്ലെങ്കിൽ ചിലുവിനെ ആനിമല്ലെങ്കിൽ എന്ന് വിളിക്കും എൻ്റെ ഭാര്യ. അവളങ്ങമ്മേരി നേരെ തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അടിച്ചു താരാടാ, ആണ്ടോടത് ചെയ്യോ? അടിച്ചതല്ല, ആരും ചവിട്ടിയതാ. എൻ്റെ ഈശോയെ, ഈ ഗോവയിലെ ഇത്രയും നല്ല ആളുകളുടെ മുമ്പിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ലോ.
താങ്ക് യു താങ്ക് യു. ഇപ്പൊ നമ്മള് ഇപ്പൊ ലൈവായിട്ട് ഇത് കണ്ടു. ഇനി നമുക്കൊരു ഒരു വെറൈറ്റി സംഭവം കൂടി ഒന്നും ചെയ്തിട്ട് രഞ്ജുവിനോട് നമുക്ക് ഇന്നസെന്റിന്റെ കിലുക്കം സിനിമ കാണാത്തൊരു ആരും തന്നെ ഇല്ല അല്ലേ അല്ലേ? അതിനകത്ത് ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു, ഇന്നസെന്റ് പറയുന്നു, തിലകൻ സാറ് പറയുന്നു, അങ്ങനെ പിടിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്ന രണ്ട് സംഭവം കൂടി ഒരുമിച്ചൊന്ന് ചെയ്തുകൂടെ? ഹലോ, കിലുക്കം കണ്ടവരൊന്ന് കൈകരിച്ചേ. കിലുക്കം സിനിമ ഓക്കെ. അതിൽ ഇന്നസെന്റ് ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനാണ്. ഇന്നസെന്റ് ചേട്ടൻ എന്താ എന്ത് എന്താ വന്നേ? എനിക്ക് വിശക്കുന്നു. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരും കയ്യിൽ വെച്ച് വിളമ്പി തരാൻ. ശവത്തെ കുത്തരുത് ഏമാനെ. അന്നേമാൻ എന്നല്ലല്ലോ വിളിച്ചേ. സാറേന്ന് വിളിക്കാറുണ്ട്, അങ്ങുന്നേന്ന് പറയാറുണ്ട്, ചേച്ചിയെന്ന് വിളിക്കാറുണ്ട്. എന്താ ഇതൊക്കെ തെറ്റാ? അല്ലല്ലോ, അന്ന് കാറ് വാങ്ങാൻ പോയ ദിവസം വേറെന്തോ വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ? എന്താ? എന്നാ എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ദേ നിക്കണു വൈക്കോലത്തൂറ് പോലത്തെ മുടിയും വെച്ചിട്ട് ഇയാൾ ഒറ്റ ഒരുത്തനാ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന്. എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ വന്ന് പണിക്ക് നിൽക്കുന്നു. തന്നെ ഞാൻ ഇങ്ങനെ കച്ചാടി ഞാൻ വരപ്പിക്കും. അത് കാണാൻ ഞാൻ എന്റെ കാലിൽ വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, ഇത്രയും നല്ലൊരു ഓണാഘോഷ പരിപാടി ഇവിടെ നടന്നിട്ട് ഗോവയിലെ ഇത്രയും നല്ല ആൾക്കാർ ഇരിക്കണൊക്കെ, എന്നിട്ട് ആവശ്യമുണ്ട് മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് ചങ്ക് പൊട്ടിട്ട് ഒരു കാര്യം പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോട്ടെ ഇതാണ് ഗോവ. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവിടെ നിന്ന് വരുമ്പോ ഈ കളിക്കണ കേരള അല്ല ഗോവ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞോ. നമുക്ക് വേറൊരു കാര്യം നമുക്ക് ആ ജാഫർക്കയുടെ ശബ്ദം ലൈവ് വോയിസും ശരിക്കുള്ള ശബ്ദം ജാഫർക്ക് ഓക്കെ. അദ്ദേഹത്തിന്റെ സീരിയൽ ഇതിലും ലൈവ് വോയിസ്. എന്നെ വർത്താനാവുമാര് പറഞ്ഞ ഞാനിങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, ചോര ഉണ്ടാക്കി തരാറുണ്ട്. അതായത് നമ്മൾ ഈ ഗോവയിലേക്ക് അല്ലേ കേരളത്തിന് വന്ന് നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും സന്തോഷമായിരിക്കുക അല്ലേ? എല്ലാവരും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു വന്ന് കൈയടിച്ച് എല്ലാവരും കൂടി തന്നെ കണ്ടോ. അതായത് ഈ കൈയടിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ കൈയടിക്കാൻ പറ്റൂ.